അതിന്റെ കഥാ പശ്ചാത്തലത്തെ പറ്റി രണ്ടു വാക്ക്. അധിനിവേശവും അടിമത്തവും ഒരു ജനതയെ വീർപ്പുമുട്ടിച്ച കാലം. ജന്മം കൊണ്ട് മനുഷ്യരെങ്കിലും അതിന്റെ ഒരു പരിഗണനയും ലഭിക്കാത്ത കുറെ അടിമജന്മങ്ങൾ. വിമോചനത്തിനായുള്ള ചില ചെറുത്തുനിൽപ്പുകൾ നിലനിന്നിരുന്ന കാലത്താണ് ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയായി പ്രവാചക വാഗ്ദാനം പോലെ മശീഹായുടെ വരവ്. ആധ്യാത്മികതയുടെ നിറകുടമായ അവനെ തിരിച്ചറിയാതെ പോയി ഭൂരിഭാഗവും. എങ്കിലും അതിജീവന വഴികളിൽ അവന്റെ ഹൃദയത്തിൽ ഇടം നേടിയ ചില പച്ച മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ അതിജീവനത്തിന്റെ കഥയാണ് ഈ നാടകം. സ്നേഹസമ്പന്നമായ കലാഹൃദയങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ സ്വാഭിമാനം സമർപ്പിക്കട്ടെ. നാടകം 4-ാം നാൾ. രചന ഷിജു ജോൺ കലേപുരം. സംവിധാനം ബിജു കൊട്ടിൽ.
അടിമകൾക്ക് ചോദ്യങ്ങളില്ല. പറയുന്ന വാക്കുകളെ അനുസരിക്കാനുള്ള ശക്തി നേടുക. എത്രയും വേഗം ചത്തുപോകണേ എന്ന് പ്രാർത്ഥിക്കുക. അറിയില്ല യജമാന്മാർ പറയുന്നിടത്ത് ലേലത്തിൽ വെച്ച് അടിമകളൊക്കെ വിറ്റുപോയില്ലേ? ഒരാൾ ബാക്കിയുണ്ട് യജമാനെ. നീ എന്താണാ ഇതുവരെ മിണ്ടാതിരുന്നു? നാശം! ഇവനെ ലേലത്തിൽ വെച്ച് ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് കാരണികൾ തലക്കെട്ടി വെക്കടാ, അല്ലെങ്കിൽ ഈ നായ ഞാൻ തിരിപ്പറ്റേ. അതെ യജമാനെ, ഒരു പ്രശ്നമുണ്ട്. ഇവൻ ഊമയാണ്. നീ ഇതിപ്പോ ആരോടും പോയി വിളമ്പാൻ നിൽക്കണ്ട. ലേലം കൊള്ളുന്നവൻ അനുഭവിക്കട്ടെ. എനിക്കിവനെ വിറ്റ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ തന്നെ യജമാനു വേണ്ടി പണിയെടുക്കുന്ന അടിമയ്ക്ക് എന്തിനാണ് ആ നാവ്? യജമാനെ, നമ്മൾ വിറ്റ അടിമകളെയൊക്കെ ആ ബറബാസിന്റെ കൂട്ടർ വിപ്ലവകാരികൾ മോചിപ്പിച്ചു. സേനാ നായകന്റെ അടിമക്കൂട്ടത്തിൽ നിന്നും ഈ അടിമയെ ഞാൻ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓ, ആ ബറബാസിന്റെ കൂട്ടരോ? അവർ അടിമച്ചന്ത അവസാനിപ്പിക്കണമെന്ന് റോമായോട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അവർ ഇവിടെ വരാതെ സൂക്ഷിക്കണം. ഇന്നിവിടെ അടിമ വ്യാപാരം നടന്നു എന്നറിഞ്ഞാൽ ആ കലാപകാരികളുടെ വാളിന് നാമം ഇരയായിത്തീരും. ഇവനെ നീ പിടിച്ചുകൊണ്ട് വന്നത് മറ്റൊരു നിമിഷത്തിലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അഭിനന്ദിച്ചേ. ഇതിപ്പോ നഗരത്തിന് ചുറ്റും കലാപകാരികൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഇനി എന്നൊരു അടിമച്ചന്ത നടക്കാനാണ്. അതുവരെ ഇവന്മാരെ രണ്ടുപേരെ ഞാൻ ഇവൻ ഈ ഊമ ഇവന്റെ ഭാര്യയുടെ മകന്റെ കൂടെ പോരാൻ ആഗ്രഹിച്ചിരുന്നു. ഇവന്റെ ഭാര്യയെ ഹെരോദാവിന്റെ അടിമപ്പാളത്തിലേക്കാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവനെ അവിടേക്ക് പറഞ്ഞു വെച്ചാലോ? അടിമയുടെ ആഗ്രഹം വന്ന് എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? നിനക്ക് രക്ഷപ്പെട്ടോ? നിനക്ക് ഒരുത്തൻ രക്ഷപ്പെടാൻ ശ്രമിച്ചവൻ, മറ്റൊരുത്തൻ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചവൻ. അടിമയ്ക്ക് ഒരിക്കലും ഒരു മോചനമില്ല. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഞാൻ തരാം. അടിമയുടെ മോചനം രക്തം ചിന്തി വേണമെന്നാണ് റോമായുടെ നിയമം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മല്ലയുദ്ധം നടത്തും. എന്നിട്ട് ഒരുത്തൻ മറ്റൊരുത്തന് തല തല്ലി തകർത്ത ആ രക്തം
ഈ അടിമത്തട്ടിൽ ഒഴുക്കട്ടെ, അടിമത്തട്ട് ചുവക്കട്ടെ. അയ്യോ വേണ്ട യജമാനെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പരിചരിച്ചോളാം. അങ്ങ് പറയുന്ന എല്ലാം അനുസരിച്ചോളാം. അത് എന്റെ സഹോദരനാ മധ്യാസ്, അവന് സംസാരശേഷിയില്ല. ദേവി ഞങ്ങൾ തമ്മിൽ തല്ലിച്ച് കൊല്ലിക്കല്ലേ, ഞാൻ അങ്ങയുടെ കാല് വിളിക്കാം. കൊണ്ടല്ല, കൈ കൊണ്ടാണ് യുദ്ധം. യുദ്ധം ചെയ്യാം. സഹോദര സ്നേഹം കൊണ്ട് കൊല്ലാൻ പറ്റില്ലെങ്കിൽ അടിയായിരിക്കും. നമ്മിൽ ഒരാളെ ശവം വീഴാതെ ഇവർ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് വയ്യ നിന്നെ കൊല്ലാൻ. കുഞ്ഞുനാൾ മുതലേ ചേട്ടാന്ന് വിളിച്ച ഞാൻ നിന്നെയാ. ഈ കൈ പിടിച്ചാണ് ഞാൻ പിച്ച വെച്ച നടന്നത്. അതുകൊണ്ട് എനിക്ക് വയ്യ നിന്നെ കൊല്ലാൻ. നീ എന്നിൽ കൊന്നുകളാ. യുദ്ധം ചെയ്യണം. ഏതായാലും ഇവർ നമ്മെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. മിണ്ടാ പ്രാണിയായ നിന്നെ ഇങ്ങനെ കൊല്ലാതെ എനിക്ക് വയ്യ. എന്നോട് പുറത്തു മാപ്പ് തരും. ഒരടിമയുടെ കൈകൊണ്ട് വേറൊരടിമ മരിച്ചു വീഴുന്ന സുന്ദരമായ കാഴ്ച. ഇവന്റെ ശരീരം എന്നെ കത്തിച്ചു കളാം. എന്നിട്ട് രക്ഷപ്പെടും. വേഗം. ഇല്ല 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 ഇല്ല. പോയി ചാകണം നായ. എന്റെ യഹോവേ, ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു ജന്മം നൽകി. നിന്റെ രക്തവും ശരീരവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട പച്ചയായ മനുഷ്യരാണ് ഞങ്ങൾ. അടിമകളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് യജമാനൻ നൽകുന്ന അപകർഷത്തിന് ഒരു നായക്കുട്ടിയായി ജീവിക്കുന്നത്.
പറയാം. ഓ, കഠിനമായ തണുപ്പായിരുന്നു. നടന്ന് നടന്ന് ഞാൻ തളർന്നതല്ലാതെ ഈ പുതപ്പുകളൊന്നും ആർക്കും വേണ്ട. എത്ര ദിവസമായി പോയിട്ട്? എവിടെ പോയാൽ എന്താ, എന്താണേലും ഞാനിങ്ങ് വരില്ലേ? എനിക്ക് എന്റെ സുന്ദരിക്കുട്ടികളെ കാണണ്ടേ? മതി മതി, ഇഷ്ടപ്പെട്ടു. പ്രായം മറന്നിങ്ങനെ ഒരു ചുറ്റില്ലെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, കേക്കില്ല. പറയാനും ഉപദേശിക്കാനും ഞങ്ങളാര്? നീ എന്തായി പറയുന്നേ? നീ നര കയറി നിർത്തം പിന്നെ എന്ത് ചെയ്യണമെന്നാ? മറ്റുള്ളവരുടെ മുന്നേ പോയി കൈ നീട്ടി ജീവിക്കണമെന്നോ? ഒരിക്കലുമില്ല. ഈ ഫിലോമോൻ ജീവിത അവസാനം വരെ അധ്വാനിച്ച് ജീവിക്കും. അമ്മയില്ലാതെ വളർത്തിയ എൻ്റെ മകൾ ദീനയെ മറ്റൊരു കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ അത് തുടരുക തന്നെ ചെയ്യും. ഓ ശരി ശരി, ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്പൊ എന്താ വേണ്ടേ? കുടിക്കാൻ വെള്ളം വേണ്ടേ? നീ തരാതെ പറ്റുമോ? ഓഹോ, അങ്ങനായോ? ദാ ഇപ്പൊ വരാം. എവിടെ നമ്മൾ മറ്റേ കുടുംബത്തിൽ പാചകറാണി? പതുക്കെ. ആകെ ദേഷ്യപ്പെട്ടിരിക്കുക. എന്ന് പറ്റി? ഏവത്തപ്പവും കാടിറച്ചി ഉണ്ടാക്കിയിട്ട് ആകെ പരാജയപ്പെട്ടിരിക്കുക. സത്യം പറയാലോ, വായി വെക്കാൻ കൊള്ളില്ല. എന്ന് പറഞ്ഞേന് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പാവം കുട്ടി, നീ കണ്ടു, ഇങ്ങനെ പരീക്ഷിച്ച് അവൾ ഒരിക്കല് ഈ യഹൂദനാട് അറിയപ്പെടുന്ന ഒരു വലിയ പാചകക്കാരിയാവും. നോക്കി. എത്തിയല്ലോ. എന്താണാവോ ഇന്നിത്ര ഗൗരവം? അല്ല പിന്നെ മൂപ്പൻ ഇങ്ങോട്ട് വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാനിവിടെ ശരിപ്പെടുത്തേനെ. നല്ല സ്വാദിഷ്ടമായ ഏവത്തപ്പവും കാടരച്ച ഉണ്ടാക്കി കൊടുത്തിട്ടേ മറിയക്കുമാരിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പോലും. പിന്നെ ഞാൻ എന്തിനു കള്ളം പറയണം? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം മൂപ്പ. കണ്ടോ ഇവിടെ അഹങ്കാരം കണ്ടോ? മൂപ്പൻ അറിയാലോ ജ്യേഷ്ഠ സ്വഭാവം. മിക്ക ദിവസവും സിനഗോഗിൽ വരുന്ന സമയത്ത് ആരെങ്കിലും കൂട്ടിനുണ്ടായിരിക്കും. നല്ല വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കും. ഇവിടെ അനങ്ങില്ല, മൊത്തം ഞാൻ തന്നെ ചെയ്യണം. സത്യം പറഞ്ഞാലേ ഇവിടെ വരുന്നവർ പലരും ഇവിടെ വീണ്ടും വീണ്ടും വരുന്നത് എന്റെ രുചികരമായ ഭക്ഷണം കഴിക്കാനാ. എന്താ ശരിയല്ലേ? വളരെ ശരിയാണ്. എന്ത് ശരി? സത്യത്തില് ഈ ബഥാനിയയില് ഷാരോണിലെ പനിനീർ പുഷ്പം പോലെ സുന്ദരിയായ ഈ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ആരെങ്കിലും രണ്ടാമത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ കാണാനും എന്നോട് മിണ്ടാൻ വേണ്ടിയും മാത്രം. അതും ശരിയാ. ഓഹോ, അതും ശരിയാണോ? പിന്നെ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? നിന്നെ ഞാൻ എനിക്ക് പറയാം അവിടെ. രണ്ടുപേരും പറഞ്ഞത് ശരിയാ. എന്നാല് മറ്റൊരു ശരിയായ കാര്യം ഞാൻ പറയട്ടെ. ഈ ഊരുതണ്ടിയായ വൃദ്ധൻ ഈ പ്രാവശ്യത്തെ യാത്രയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരവും കഴിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും സ്വാദിഷ്ടവുമായ ഒരു ആഹാരവും പറയട്ടെ. ഈ ബഥാനിയയിൽ തുടങ്ങി ബഥേലും എഫ്രൈമും അരിമത്യയും കടന്ന് തെക്കപ്പോലിയ നാട്ടിലൂടെ അങ്ങ് ഗലീല തീരത്ത് വരെയുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ. ഗലീല തീരത്ത് വരെ പുരുഷ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയോർന്ന ഒരു പ്രവാചകനെ ഞാൻ കണ്ടു. ശാന്തമായ മുടികൾ, തേനിനേക്കാൾ മാധുര്യമേറിയ വാക്കുകൾ, നിപ്പിലും നടപ്പിലും ഒരു ദൈവീക ചൈതന്യം ചുറ്റിനും ഉള്ളതുപോലെ. ഒരു വട്ടം ആ സൗന്ദര്യ പൂർണ്ണതയെ കണ്ടവർ ഒരിക്കലും മറക്കില്ല. ഞാനും മറക്കും. അവനിപ്പോ എവിടാ? എനിക്ക് അവനെ ഒന്ന് കാണണം. അവനും എന്നെ പോലെയാ, ഒരു സഞ്ചാരിയാ. എന്നാലും നമുക്ക് അവനെ കാണാം. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അങ്ങ് ഗലീല തീരത്തിന് അപ്പുറത്ത് നിന്നുപോലും
അനേകർ അവനിൽ ആകൃഷ്ടരായി അവന്റെ വചനം കേൾക്കാനിരുന്നു. വിശന്നു വലഞ്ഞ ജനത്തിനോട് അവൻ അനുകമ്പ തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാലന്റെ കൈവശം 5 യവത്തപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ? എല്ലാവരും സംശയിച്ചു. എന്നാൽ അവൻ അതെടുത്ത് സ്വർഗത്തെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അത് അനേക മടങ്ങ് വർദ്ധിച്ചു. വന്നുകൂടിയ ജനമെല്ലാം തിന്നു. ഇത്രയും രുചികരമായ യവത്തപ്പം ആയുസിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. അവൻ കാഴ്ചയിലെങ്ങനെ? ആരെയും ആകർഷിക്കുന്ന ആകാര ഭംഗി, കണ്ണുകളിൽ ആർദ്രതയുടെ ആഴം, ദൃഢനിശ്ചയത്തോടെ സംസാരിക്കുന്ന അതിരങ്ങൾ, ദിവ്യ പ്രകാശം നിറഞ്ഞ മുഖകാന്തി, പിന്നെ നീ അവനെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ അവൾ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. അവൻ ദൈവവിചാരകരമായ ഒരു പ്രവാചകനാണ്. മറിയാം, സത്യം പറ. നീ അവനെ കണ്ടിട്ടുണ്ടോ? കണ്ടു, ഞാൻ കണ്ടു. എന്റെ ഉൾക്കണ്ണുണ്ട് ആ മനോഹരമായ രൂപം ഞാൻ കണ്ടു. അവൻ എന്നോട് പറയുകയാണ്, നമുക്കൂടെ നേരിട്ട് കാണാമെന്ന്. നീ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ നമ്മോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരു വിമോചകനായ പ്രവാചകനാണ് അവൻ. നമുക്ക് ഉടനെ അവന്റെ അരികിൽ പോകണം, അവനെ കാണണം. ഇരുൾ വീണല്ലോ, ലാസറിനെ കണ്ടില്ലല്ലോ. ശരിയാ, ഇത്രയും വൈകുന്നത് പതിവുള്ളതല്ല. നഗരത്തിലൊക്കെ എന്തോ കലാപം നടക്കുന്നതായിട്ട് നാടോടികൾ പറയുന്നത്. അയ്യോ നേരോ, യഹോവേ കാത്തോളണേ. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോണെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ നിങ്ങൾ സമാധാനമായിരിക്കെ, ഞാൻ നഗരവാതിൽ വരെ പോയി നോക്കിയിട്ട് വരാം. ജ്യേഷ്ഠൻ വരുന്നവരേക്കും ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. പേടിക്കണ്ട, ഞാനാ. ജ്യേഷ്ഠനായിരുന്നോ? ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. ജീവിതത്തിൽ വല്ലപ്പോഴും ഒന്ന് പേടിക്കുന്നത് നല്ലതാ. അല്ല, ആരാ ഇത്? ഇന്നത്തെ പുതിയ അതിഥി? ഇത് നഥാനിയേൽ. ഇരിക്കൂ. ലാസറിന്റെ അടിമപ്പാളയത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നതാണ്. ഇന്നു മുതൽ നഥാനിയേൽ നമ്മോടൊപ്പം ഇവിടെ ഉണ്ടാകും. വേണ്ട മോനെ, ഞാൻ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചോളാം. അവിടുന്ന് ഇത്രത്തോളം നക്ഷത്രമായി ഇടപെട്ടുവല്ലോ, അത് തന്നെ പുണ്യം. നഥാനിയേൽ, നിനക്കറിയാമോ, ബഥാനിയയിലെ ഈ ഭവനം ആരുടെ മുന്നിലും വാതിൽ കുട്ടിയടച്ചിട്ടില്ല. ഇവിടെ നിന്നും ധാരാളം ആളുകൾ വിരുന്നിനായി വരാറുണ്ട്. എന്റെ പ്രിയ സഹോദരി മാർത്ത അവർക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നു. സംസാരപ്രിയ സഹോദരി മറിയ അവരോട് തർക്കിച്ചും കുശലം പറഞ്ഞും അവർക്ക് സന്തോഷം പകരുന്നു. പക്ഷേ നഥാനിയേൽ, നീ ഞങ്ങൾക്ക് വെറുമൊരു വിരുന്നുകാരനല്ല, കുടുംബാംഗമാണ്. അടിമത്വത്തിന്റെയും അനാഥത്വത്തിന്റെയും ഈ ഭാണ്ഡം വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് നമുക്ക് ഒരുമിച്ച് പറക്കാം. മാർത്ത, മറിയ, ഇന്നു മുതൽ നിങ്ങൾക്ക് 2 ജ്യേഷ്ഠന്മാരാണ്.
തുടച്ച് കളയാനായിട്ട്? ഓ തുടങ്ങിയോ രണ്ടും കൂടെ? ഓ, ജ്യേഷ്ഠൻ ഇടയ്ക്കെത്തിയോ? കൂടാരപ്പെരുന്നാൾ അടുത്ത് വരികയില്ലേ? സിനഗോഗിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. വേലയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ആരും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നഥാനിയലിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു. ആ, രണ്ടുപേരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതെന്താ? നമുക്ക് പതിവുള്ളതല്ലല്ലോ. ചില പതിവുകളൊക്കെ അങ്ങനെയാണ്. ജ്യേഷ്ഠൻ പറയൂ. മൂപ്പനും ഇവിടെ അതിഥികളായി വന്ന പലരും പറഞ്ഞില്ലേ ഒരു പ്രവാചകനെ കുറിച്ച്? അനേകം ആളുകളെ അവൻ സൗഖ്യമാക്കി. മഹാപുരോഹിതന്മാരുടെ മതാന്തതയും അധാർമികതയും ചോദ്യം ചെയ്യുന്ന സൗമ്യനായൊരു യുവ പ്രവാചകൻ. ഞങ്ങൾ അവനെ കാണണമെന്ന് മോഹവുമായി കാത്തിരിക്കുകയാണ്. അവനെ കുറിച്ച് കേട്ട നാൾ മുതൽ അവൻ നമ്മുടെ ആരോ ആണെന്നൊരു തോന്നൽ ഉള്ളിലുണ്ട്. എങ്കിലത് തോന്നലല്ല, യാഥാർത്ഥ്യമാണ്. എന്നുവെച്ചാ അവൻ അവൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ നന്നേ ചെറുപ്പമാണ്. നമ്മൾ കുറെ കാലം അപ്പന്റെ കൂടാരപ്പണിയുടെ ആവശ്യമായി അങ്ങ് നസ്രത്തിൽ താമസിച്ചിരുന്നു. അവിടെ അപ്പനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു തച്ചൻ ജോസഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് യേശു, അതായത് നമ്മുടെ കളിക്കൂട്ടുകാരൻ. ഓ, നേരോ? ഞാൻ ഓർക്കുന്നു, അന്നേ അവന്റെ മുഖത്ത് ഒരു ദിവ്യ തേജസ് വിളങ്ങിയിരുന്നു. നമ്മുടെ പ്രിയ കളിക്കൂട്ടുകാരൻ ഇപ്പൊ എല്ലാവരുടെ ഇഷ്ടത്തോടായിരിക്കുന്നു. അതെ, അവൻ ലോകം പ്രതീക്ഷിക്കുന്ന മഷിക ആണെന്നാണ് ജനസംസാരം. ഏതായാലും കൂടാരപ്പെരുന്നാളിൽ അവൻ സിനഗോഗിൽ എത്താതിരിക്കില്ല. ഓ, എനിക്ക് അവനെ കാണാൻ കൊതിയാവുന്നു. ഒരുപക്ഷെ അവൻ നമ്മളെ തിരിച്ചറിയുമെന്ന് അറിയില്ല. പക്ഷേ ഒരു ദിവ്യ പ്രവാചകനായി ഉയരുന്ന നമ്മുടെ കളിക്കൂട്ടുകാരനെ ദൂരെ നിന്നേലും ഒരു നോക്ക് കാണണം. അവന് നമ്മളെ ഒരിക്കലും മറക്കാനാകില്ല, തീർച്ച. എന്താ ജ്യേഷ്ഠനും കുഞ്ഞാരെ പെങ്ങന്മാരും കൂടി അവിടെ ഒരു അടക്കം പറച്ചില്? ഏതായാലും നിന്നെ കുറിച്ചല്ല. ഓ, എന്നെ കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാർത്ത, മരിയ, എന്തുണ്ട് വിശേഷങ്ങൾ? ദീന, നീ എവിടെയായിരുന്നു? കാണാൻ തന്നെ കിട്ടുന്നില്ലല്ലോ. അപ്പൻ ഇതുവരെ എവിടെ ഉണ്ടായിരുന്നു? ഈ പാവങ്ങളെ കാണാനും സംസാരിക്കാനും ഇവിടെയുള്ളവർക്ക് സമയമില്ലല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ? ജ്യേഷ്ഠത്തിവ, ഇതേ ഇവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം. നിങ്ങൾ എവിടെ പോകുന്നു? എനിക്കൊന്നും സംസാരിക്കാനില്ല. അല്ല, എന്താ താങ്കളുടെ ഉദ്ദേശം? ദീന, ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. സ്ഥിരം പറയാനുള്ള പല്ലവി തന്നെയല്ലേ. ദീന, നീ വിചാരിക്കും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്റെ ഈ 2 സഹോദരിമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം ബാക്കിയുണ്ട്. ഞാനിത് എത്ര തവണ നിന്നോട് പറഞ്ഞു. ദയവ് ചെയ്ത് നീ ഒന്ന് മനസ്സിലാക്ക് ദീന. എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ. ഇല്ല, ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കില്ല. നസ്രത്തിൽ നിന്നും നിങ്ങൾ ബത്താനിയിലേക്ക് വന്ന കാലം മുതൽ എന്റെ ഹൃദയത്തിൽ കൂടി പറ്റിയത് ഇനി അത് എത്ര മായ്ച്ചാലും മായില്ല. നമ്മൾ ഒരുമിച്ചൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു. അപ്പന്റെ ചങ്ങാതിയുടെ മകനെ ആർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. എനിക്ക് അതിനുള്ള യോഗ്യതയില്ലായിരിക്കാം. അപ്പൻ ഇപ്പോഴും പറയും, മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുമായിരുന്നെങ്കിൽ അവൻ യഹോവയെ വെല്ലുവിളിക്കുമെന്ന്. ദീന വിഷമിക്കല്ലേ, ഒന്നും മനഃപൂർവ്വമല്ല. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ജീവിതം ബാക്കിയില്ല എന്നൊരു തോന്നലാണ് എപ്പോഴും എന്നെ ഭരിക്കുന്നത്. നീ ദുഃഖിക്കാതിരിക്കാൻ നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഈ അകൽച്ച കാണിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറെ ദുഃഖം ഉണ്ടാക്കുന്നത്. എല്ലാ സങ്കടങ്ങളും നമുക്ക് ഒരുമിച്ച് പങ്കിടാമെന്ന ഞാൻ കരുതിയേ. പക്ഷേ അപ്പൻ എവിടെ പോയിരുന്നു? ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ലാസർ, എവിടെ മാർത്തയും മറിയയും? വന്നേ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നിങ്ങൾ കാത്തിരുന്ന പ്രവാചകനായ യേശു ബഥാനിയയിൽ എത്തിയിട്ടുണ്ട്.
ഞങ്ങൾ കുറച്ചു മുന്നേ അവനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അവിടെ വരെ ഒന്ന് പോയായിരുന്നെങ്കിൽ അവനെ ഇങ്ങോട്ട് ക്ഷണിക്കാമായിരുന്നു. എങ്കിൽ സമയം കളയണ ജ്യേഷ്ഠ, നമുക്ക് ഉടനെ പുറപ്പെടാം. അവന് ഇഷ്ടമുള്ള കുറെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം. ദീന, നീ ഞങ്ങളോടൊപ്പം പോരൂ. നിങ്ങൾ പോയി വരും. വരൂ ദീന. ഒരു പക്ഷേ നീ അവനെ കണ്ടാൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അവള് വരുന്നില്ലെങ്കിൽ അവളെ നിർബന്ധിക്കണ്ട. നമുക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. വാ പോവാ. എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്റേത് മാത്രമാവുകയാണല്ലോ. പ്രിയപ്പെട്ട പ്രവാചക, ലാസറിന്റെ ചിന്തയിൽ എന്നെ നിരക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാം നിന്നിലൂടെ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് പറ്റി നിനക്ക്? പ്രേമം പൂവണിയാത്തതിന്റെ മനോവേദനയിലാണോ നീ? എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഭയമരുത്. ഈ വീടിന്റെ കാവലാളായ ബിലോമോന്റെ വാത്സല്യപുത്രിയല്ലേ നീ? ചങ്കു തുറന്നു കാട്ടിയിട്ടും സ്നേഹിച്ചിട്ടും അവഗണനയുടെ നെരിപ്പോട് നീറി കഴിയുന്ന ഒരു പാവം സുന്ദരി. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടൂ. നിങ്ങളുടെ സാമീപ്യം തന്നെ എനിക്ക് അലോസരം ഉണ്ടാക്കുന്നു. എന്നെക്കുറിച്ച് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാനെല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നു. ശാരോനിലെ പനിനീർ പുഷ്പം പോലെ പൂത്തുറഞ്ഞു നിൽക്കേണ്ടത് നീ വരണ്ട മരുഭൂമി പോലെ ലാസറിന്റെ സ്നേഹത്തിനായി എത്ര നാൾ കാത്തിരുന്നാലും ലാസറിനെ നിനക്ക് കിട്ടില്ല. മഠയത്തിയാണ് നീ. നിന്റെ പ്രണയാതുരമായ മനസ്സിന്റെ അഭിവാഞ്ചകളെ ശമിപ്പിക്കാൻ അവന് കഴിയില്ല. അവൻ മരണത്തിന്റെ ദൂതനാണ്. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസർ മരണം മടക്കുന്ന മനുഷ്യനാണ്. അവൻ പെട്ടെന്ന് മരിക്കണം. അതെന്റെ ആവശ്യമാണ്. എത്ര നിസ്സാരമായാണ് നിങ്ങൾ ഇത് പറയുന്നത്.
കാലാന്തരങ്ങൾക്കപ്പുറമുള്ള ഒരമാവാസിയിലാണ് ലാസറിന്റെ ജനനം. കാലങ്ങളായി മഹതി എന്ന ശക്തിയെ ആരാധിച്ച് ദൈവശക്തിയോട് പോരാടുന്നെനിക്ക് അവന്റെ മരണം ഒരു പുതുജീവൻ നൽകുക. യഹോവയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനോ നിങ്ങൾ? എന്റെ യഹോവേ, നീ വിളിച്ച് അപേക്ഷിക്കുന്ന ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നിലച്ചിരിക്കാത്ത നേരത്ത് മരണം ലാസറിനെ പിടികൂടും. അവന്റെ അപ്പനും അമ്മയും മരണത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുത്തതും ഞാനാണ്. ലാസറിനെ ഒരു മരണത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കില്ല. നീ വിട്ടുകൊടുക്കണ്ട. കാലം അത് തട്ടിപ്പറിച്ചെടുത്തുകൊള്ളും. എന്ത് ക്രൂരരാണ് നിങ്ങൾ! ഇനി ഈ കുടുംബത്തെ ഉപദ്രവിക്കരുത്. ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യാം. വേണമെന്നില്ല. കാലങ്ങളായുള്ള എന്റെ കാത്തിരിപ്പാണ് അവന്റെ മരണം. അവൻ മരിച്ച് 4-ാം നാൾ ഞാൻ പുതുശക്തിയെ പ്രാപിക്കും. പിന്നെ ഞാൻ ഈ പരിസരത്ത് തന്നെ കാണും. ഈ രഹസ്യം നീ ആരോടെങ്കിലും പോയി പറഞ്ഞാൽ പിന്നെയും അവന്റെ ആയുസിന്റെ നീളം കുറയും. ഓർത്തോ, നമുക്ക് കാണാം. ഏത് ലോകത്താ? എന്താ ഇത്രയും വലിയൊരു ആലോചന? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തോർത്തിരിക്കുമായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടുകയും അവൻ ഭവനത്തിലേക്ക് വന്ന് തുടങ്ങി ചെയ്തേ പിന്നെ മറിയയിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശരിയാണ് നഥാനിയേൽ. ഒന്ന് കണ്ണടച്ചാൽ അവന്റെ ആ സുന്ദരമായ രൂപം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. കാതുകളിൽ അവന്റെ ഇമ്പമേറിയ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ അവന്റെ പാദപീഠത്തിൽ നിന്നും എഴുന്നേക്കാൻ തോന്നാറേ ഇല്ല. വേണ്ട, എഴുന്നേൽക്കണ്ട. നീ അവിടെ തന്നെ ഇരുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടും കഥ കേട്ടും അവിടെ തന്നെ ഇരുന്നു. മാർത്തേ, നീ എന്ത് പറഞ്ഞാലും ടീച്ചർ കൂടുന്നുണ്ട്. കഴിഞ്ഞ തവണ ഗുരു വന്നപ്പോ ഞാൻ പറഞ്ഞതാ, എല്ലാം മുറിയെ പണിയെടുക്കാനും വെച്ച് വിളമ്പണം ഞാൻ. വലിയ പഠിത്തക്കാരിയായി ഇവള്. എനിക്കൊന്ന് മനസ്സിലാവുന്ന നീ കരുതണ്ട. അയ്യോ, സംഭവം പിടിവിട്ട് പോയല്ലോ. ദേ ചേട്ടൻ ഇപ്പോൾ ഇനി വരും. ഇനി നിങ്ങൾ രണ്ടാളും ഇത് ചൊല്ലി വഴക്കാകേണ്ട. ഇവൾ ഇപ്പോഴും നമ്മുടെ പഴയ നസറത്തിലെ കളിക്കൂട്ടുകാരനായിട്ടാണ് യേശുവിനെ കാണുന്നത്. എന്നാൽ അവന്റെ മഹത്വം തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തി പറയേണ്ടി വരും. ഒന്നോർത്തോ, യേശു എന്റെ ഗുരുവാണ്. ഈ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രവാചകൻ. നാളെ അവനൊരു വിപ്ലവകാരിയോ വിമോചകനോ ആയി മാറിയേക്കാം. അയ്യോ, അത് സേനാനായകനാ, ജോസഫസ്, എന്റെ പഴയ യജമാനൻ. എന്റെ യഹോവേ, ഇതെന്ത് പരീക്ഷ! നീ പെട്ടെന്ന് അകത്തേക്ക് പോകൂ. മറിയ, പെട്ടെന്ന് ലാസറിനെ വിളി.
ബഥാനിയിലെ ലാസറിന്റെ വീടല്ലേ ഇത്? അതെ യജമാനെ, ഈ ലാസ്റ്റ് സഹോദരിയാണ്. ലാസർ എവിടെ? അത് ഇപ്പൊ എത്തും. എന്തേ യജമാനെ? നിങ്ങളെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോയിക്കോളൂ. യജമാനെ, ഞാനാണ് ലാസർ. ആളുകൾക്ക് മുമ്പ് നഗരത്തിലുണ്ടായ കലാപത്തിൽ നീ കൂടെ കൂട്ടിയ അടിമ എവിടെ? താങ്കൾ ഉദ്ദേശിച്ചത് നഥാനിയലിനെ ആണെങ്കിൽ അവൻ എന്റെ അടിമയല്ല, സഹോദരനാണ്. നിന്റെ സഹോദരനും അമ്മയും അപ്പനും ആരും ആയിക്കോട്ടെ, ആദ്യം വിളിക്കവനെ. നിങ്ങൾ ദയവ് ചെയ്ത പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കരുത്. എന്ത് കാര്യത്തിനാണ് അവനെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റോമയുടെ സേനാനായകനാണ് ഞാൻ. കാര്യകാരണങ്ങൾ നിന്നോട് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എങ്കിലും പറഞ്ഞോ, എന്റെ വീട്ടിൽ നിന്നും ഹെരോദാവ് എനിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന വജ്രമോതിരം കാണാതായിരിക്കുന്നു. ഇല്ല, അവനത് ചെയ്യില്ല യജമാനെ. അത് തീരുമാനിക്കാൻ നീ ആരാ? അയ്യോ വേണ്ട വേണ്ട യജമാനെ. അയ്യോ ദൈവമേ, എന്നെ ദ്രോഹിക്കല്ലേ. അയ്യോ വേണ്ട. അവിടുന്ന് വിശ്വസിക്കണം, ഞാനൊന്നും ചെയ്തിട്ടില്ല. യജമാനന്റെ സ്വകാര്യ സ്വത്ത് അവതരിച്ച് ഒളിവിൽ കഴിയുന്ന നിന്നെ ഞാൻ തിരഞ്ഞു ചെയ്യണം. മര്യാദയ്ക്ക് എന്തുകൂടെ വന്നോ കൊണ്ടുപോലെ. അയ്യോ യജമാനെ, ഞാൻ ചെയ്തിട്ടില്ല. മായാജാല വിദ്യയിൽ കാട്ടി ജനങ്ങളെ വശീകരിക്കുന്ന ഒരു കള്ള പ്രവാചകൻ റോമൻ ഭരണത്തെ വിമർശിക്കുകയും ജനങ്ങളെ റോമയ്ക്കെതിരെ തിരിക്കുന്ന ആ സ്വയം പ്രഖ്യാപിത മഷിക അവന് വീട്ടിലെ സ്ഥിരം സന്ദർശകനാണെന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അത് ആവർത്തിച്ച എന്റെ അടുത്ത ഓർമ്മിരിക്കട്ടെ. എന്റെ ഇതെന്തൊരു പരീക്ഷണം! അസ്തമയ സൂര്യൻ ചക്രവാത ചുഴിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ചന്ദ്രബിംബം തെളിയുന്നതിന് മുമ്പ് പൂജാവിളക്കുകൾ തെളിയണം. ഒരു പൂജയും മുടങ്ങുവാൻ പാടില്ല. എന്റെ ദൈവങ്ങൾ അത് ഓർക്കില്ല. പ്രപഞ്ച ശക്തിയെ നിയന്ത്രിക്കുന്ന ശക്തിയാകുകയാണ് എന്റെ ലക്ഷ്യം. അതിനാൽ എന്ത് ഞാൻ ചെയ്യും. കേട്ടില്ലേ? അവർ വരുന്നു. ഞാൻ കാത്തിരുന്ന എന്റെ അതിഥികൾ, ഈയാമ്പാറ്റകൾ അഗ്നിയിലേക്ക് അടുക്കുന്നത് പോലെ അവർ എങ്കിലേക്ക് അടുത്തു വരും. സേനാനായകന് ഹൃദയ പ്രണാമം. നീ ആ മഹതി ശിമോനല്ലേ? ആ വിചാരക്രിയകളെ കൊണ്ട് കുപ്രസിദ്ധിയായ എന്നെ കുറിച്ച് ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ തിരയുകയായിരുന്നു. തിരയേണ്ടത് നഷ്ടപ്പെട്ടതിനെ അല്ലേ? മഹാരാജാവിന്റെ സമ്മാനം വജ്രമോതിരം നഷ്ടപ്പെട്ടു അല്ലേ? അത് മോഷ്ടിച്ചവനെ തുറങ്കലിലടയ്ക്കാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. വെറുതെ അടിമയെ കരുവാക്കേണ്ട. വജ്രമോതിരം ഞാൻ കാട്ടിത്തരാം. റോമയുടെ സേനാനായകനാണ് ഞാൻ. നിന്റെ മായാജാല വിദ്യകളൊന്നും എന്നോട് വേണ്ട. എന്റെ ജ്ഞാനദൃഷ്ടിയിൽ വജ്രമോതിരം തെളിയുന്നുണ്ട്. വിശ്വസിക്കാം. അവനെ വിട്ടുകള. നിങ്ങൾക്ക് ആവശ്യം കാണാതെ പോയ വജ്രമോതിരമല്ലേ? അത് കണ്ടു കിട്ടിയിരിക്കുന്നു.
കേട്ടില്ലേ? ഇത് നിങ്ങൾക്കുള്ള വാർത്തയാണ്. കാതോർത്തുകൊള്ളൂ. പറയൂ. നഷ്ടപ്പെട്ടു പോയ വജ്രമോതിരം താങ്കളുടെ വിശ്വസ്തൻ ഒൻസിമോസിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് കാലം. ഇന്നത്തെ വിശ്വസ്തൻ, നാളത്തെ അവിശ്വസ്തൻ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. തൽക്കാലം ഇവരെ വിട്ടേക്കൂ. റോമയുടെ മുന്നിൽ നീയും കുറ്റക്കാരനാണ്. തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കും. രാജകീയ വിട്ടുവീഴ്ചയ്ക്ക് നന്ദി. അങ്ങ് ആരാ എനിക്കറിയില്ല. എങ്കിലും എന്നെ രക്ഷിച്ചതിന് നന്ദി. നഥാനിയേൽ ജോസിഫസിന്റെ അടിമത്തത്തിൽ നരകതുല്യ ജീവിതം, അടിമത്തട്ടിലെ മല്ലയുദ്ധത്തിൽ സഹോദരനെ കൊന്നു. ഒടുവിൽ ലാസറിന്റെ സംരക്ഷണയിൽ സുഖ ജീവിതം. എന്താ ശരിയല്ല? നിങ്ങൾ ആരാ? എനിക്ക് വല്ലാതെ പേടിയാവും. കാലവും കാലശേഷവും അറിയുന്നവനാണ് ഞാൻ. ദയവായി എന്നെ പോവാൻ അനുവദിക്കണം. നീ സ്വതന്ത്രനാണ് ദാനിയേൽ. ഇപ്പോൾ തന്നെ നിന്റെ യജമാനന്റെ അടുത്തേക്ക് നിനക്ക് മടങ്ങാം. നല്ല തണുത്ത കാറ്റുണ്ട്. ഈ റൂമാൽ ഇതിരിക്കട്ടെ. ഇല്ല, സാരമില്ല. എനിക്ക് വേണമെന്നില്ല. വേണം. എന്റെ ഓർമ്മയ്ക്കായി ഇത് വെക്കൂ. മേൽത്തരമായ പട്ടുനൂലാൽ നെയ്ത വിലയേറിയ റൂമാലാണിത്. സ്നേഹം പങ്കുവെക്കാനുള്ളതാണ് നഥാനിയേൽ. ഇത് വെക്കൂ. ഇത് നിന്റെ യജമാനന് കൊടുക്കൂ. ആ പറഞ്ഞതിലും സത്യമുണ്ട്. ഇത്രയും വലിയ റുമാൽ യജമാന് നൽകാൻ കഴിഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്റെ യജമാനു വേണ്ടി ഈ ജീവിതം തന്നെ നൽകാൻ ഞാൻ തയ്യാറാണ്. ഏതായാലും തന്നതല്ലേ, ഞാൻ ഞാൻ നിഷേധിക്കുന്നില്ല. പോകൂ, നിന്റെ യജമാനന് നൽകൂ. അപൂർവ അവാവാസിയിൽ പിറന്ന ലാസറിന്റെ അന്ത്യയാത്ര അടുത്തു. ദുഷ്ടശക്തികളെ ആവാഹിച്ച റൂമാലുമായി മരണത്തിന്റെ ദൂതൻ യാത്രയായി. ലാസറിന്റെ അവസാന യാമത്തിലേക്ക് കാത്തിരിക്കാം.
മൂപ്പ, ആ സിനഗോഗിലെ കാര്യങ്ങൾ ആരേലും ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കണം. ഒന്നും ചിന്തിക്കണ്ട, സമാധാനമായിരിക്കൂ. അല്ല, നഥാനിയലിനെ കണ്ടില്ലല്ലോ. ഒട്ടേറെ വൈദ്യന്മാരെ കാട്ടിയില്ലേ, ദീനം ഭേദമാകാത്തതുകൊണ്ട് ഗുരുവിനെ അറിയിക്കാൻ തലയിൽ പോയിരിക്കുകയാണ്. ആത്മാർത്ഥ സുഹൃത്തല്ലേ, രോഗവിവരം അറിഞ്ഞ ഉടനെ എത്തും. വീഴ്ച. ഓ, അത് വേണ്ടായിരുന്നു. അവനതൊരു ബുദ്ധിമുട്ടാകും. വേണം, ദൈവിക ശക്തി കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാനാകൂ. വയ്യ, ഒന്ന് കിടക്കണം. വയ്യ. നഥാനിയേലേ, നീ എത്തിയോ? യേശുവിനെ കണ്ടു? എത്തിയോ? അവനെവിടെ? ഗുരു യഹൂദിയയിലുണ്ട്. എല്ലായിടവും ജനസമുദ്രം. ഏറെ പാടുപെട്ടാണ് ഞാൻ ഗുരുവിന്റെ അരികിൽ വരുന്നത് എത്തിയത്. എന്നിട്ട് ലാസർ ദീനമായി കിടപ്പിലാണെന്നും മാർത്തയും മറിയയും അങ്ങേ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നെ അയച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവൻ ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ മഹത്വത്തിനായി എത്രയും നാം പറഞ്ഞു. പിന്നെ ഒന്നും ചോദിക്കാതെ പൊയ്ക്കളഞ്ഞു. അവൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അവൻ എന്തെല്ലാം അത്ഭുതങ്ങൾ കാട്ടുന്നു. എന്നിട്ടും പ്രാണസ്നേഹിതനായ ലാസറിനൊരു ആപത്ത് വന്നപ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മാർത്തയോടും മറിയയോടും എന്ത് പറയുമെന്ന്. തൽക്കാലം ഒന്നും അവരറിയണ്ട. പിന്നെ ഗുരു വരുന്നില്ല എന്ന് അവരറിയണ്ട. ഗുരുവിനെ കാത്ത് വളരെ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റാൽ ഗുരുവിനെ കണ്ടോ? എന്ത് പറഞ്ഞു? കണ്ടു. പക്ഷേ മക്കളെ, ഗുരു ഒരു ദൂരയാത്രയിലാണ്. നഥാനിയേൽ ഒരു ദൂതൻ മുഖാന്തരം വിവരം അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് മതി. വിവരം അറിഞ്ഞാൽ അവൻ ഉടനെ ഓടിയെത്തും. എനിക്ക് ഉറപ്പാ. പാവം, അവരത് വിശ്വസിച്ച് പോയിരിക്കും. തൽക്കാലം അതേ നിവർത്തിയുള്ളൂ. പാവ യജമാനൻ, അന്ന് ഞാൻ ആ സേനാനായകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നില്ലേ, അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ ദീനം തുടങ്ങിയതാണ്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അന്ന് എന്താണ് ആദ്യമായി സംഭവിച്ചത്? നീ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ആ മനസ്സാക്ഷി ഇല്ലാത്ത സേനാനായകനോട് പല തവണ പറഞ്ഞിട്ട് എന്നെ വിടാൻ കൂട്ടാക്കില്ല. പക്ഷേ വഴി വെച്ച ഒരാൾ ഞങ്ങളെ തടഞ്ഞു. ഒരു ഭീകരരൂപി. ഭീകരരൂപിയോ? അതെ, അയാൾ ഇടപെട്ടാണ് ഒടുവിൽ ഞാൻ രക്ഷപ്പെട്ടത്. അവൻ എന്തെങ്കിലും നിന്റെ കയ്യിൽ തന്നോ? തന്നു. ഒരു വില പിടിപ്പുള്ള ഒരു റൂമാൽ. അത് ഞാൻ സമ്മാനിച്ചു. എന്നാൽ അതാ മഹതി ശീമോൻ തന്നെ. അയ്യോ, ചതിച്ചല്ലോ. നീ അല്പം ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു. ആ സമയം രക്ഷപ്പെട്ടപ്പം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. പറ്റിയതൊക്കെ പറ്റി. നീ സമാധാനമായിരിക്കും. യജമാനെ, യജമാനെ
നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു എനിക്കും. എന്റെ പ്രാണപ്രിയൻ, ജീവാംശമായ എന്റെ സഹോദരൻ, എന്റെ കളിക്കൂട്ടുകാരൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുമെന്ന്? ഉള്ളു നീറുന്ന വേദനയോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഗുരു സഹോദരനായി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി. പക്ഷേ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട്, അത്രയ്ക്ക് പ്രിയപ്പെട്ടത്. ലാസർ നിങ്ങൾക്ക് മാത്രമല്ല, ഈ ബദാനിക്ക് മുഴുവൻ പ്രിയപ്പെട്ടതായിരുന്നു. ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ലാസറിനെ നിങ്ങൾ എവിടെയാണ് അടക്കം ചെയ്തത്? ആ കല്ല് നീക്കുവിൻ. കർത്താവേ, കർത്താവേ, ഇന്ന് 4-ാം നാൾ. അത് നാറ്റം വെച്ച് തുടങ്ങിക്കാണും. മറിയേ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ആ കല്ല് നീക്കുവിൻ. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ചുറ്റും നിൽക്കുന്ന ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഞാൻ അവരുടെ നിമിത്തം പറയുന്നു. ലാസർ, ലാസർ, പുറത്തു വരിക, പുറത്തു വരിക. അവന്റെ കെട്ടുകൾ അഴിക്കുക. യേശുവേ, ദൈവത്തിന്റെ പുത്രനായതുപോലെ നീ എനിക്ക് തന്ന ഈ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവനെ, വിശ്വസിക്കുന്നവർക്ക് നാറ്റം വമിക്കുന്ന ഈ 4-ാം നാൾ നന്മയുടേതാകും. പോയി സന്തോഷത്തോടെ ജീവിക്കുക. ഇനിയും മഹദിയെ പോലുള്ള ദുഷ്ടശക്തികൾ നിങ്ങളെ പരീക്ഷിച്ചേക്കാം. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ലോകാവസാനത്തോളം
ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും.